ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ മിസൈൽ ഉപയോഗിച്ച് തകർത്തത് ഇന്ത്യൻ കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ. ബുധനാഴ്ച നടന്ന വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ വീഴ്ത്തിയത് അഭിനന്ദൻ പറത്തിയ ഇന്ത്യയുടെ MiG-21 വിമാനമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഇതോടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ ഹീറോ ആകുകയാണ് ഇന്ത്യൻ കമാൻഡർ അഭിനന്ദൻ. സാങ്കേതിക മികവിൽ ഇന്ത്യയുടെ MiG-21 േക്കാൾ മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന US നിർമ്മിത പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ പിന്തുടർന്ന് വീഴ്ത്തുകയായിരുന്നു അഭിനന്ദൻ. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനത്തിൽ നിന്നും പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ട് പാക് അധീന കാശ്മീരിൽ വീഴുകയായിരുന്നു അദ്ദേഹം. പാക് അധീന കാശ്മീരിൽ വെച്ച് അദ്ദേഹത്തെ പാക് സൈന്യം പിടികൂടി. ഇതിനുശേഷമാണ് ഇന്ത്യയുടെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഇന്ത്യക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. F-16 നേരെ R-73 വ്യോമ മിസൈൽ തൊടുത്താണ് അദ്ദേഹം പാകിസ്ഥാന്റെ വിമാനത്തെ നിലം പതിപ്പിച്ചത്. ഇത് ഫൈറ്റർ പൈലറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അസാമാന്യ മികവ് തെളിയിക്കുന്നതാണെന്ന് സേനാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാന്റെ F-16 വിമാനത്തെ MiG-21 ആണ് തകർത്തതെന്നും പാക് അധീന കാശ്മീരിൽ പതിച്ച ഈ വിമാനത്തിൽ നിന്ന് പാകിസ്ഥാന്റെ 2 പൈലറ്റുമാർ പാരച്യൂട്ട് വഴി താഴെ ഇറങ്ങിയെന്നും ഇന്ത്യൻ വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. ഇന്ത്യയുടെ MiG-21 വിമാനവും അമേരിക്കയിൽ നിന്ന് വാങ്ങിയ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ MiG-21 വിമാനം പഴയ തലമുറയിലേതാണ്. പുതിയ ടെക്നോളജിയിലുള്ളതും അത്യാധുനിക ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതുമായ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചെങ്കിലും അതിനെ ചൊല്ലി നിരവധി വിവാദങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.